അഴിമതി, ധൂർത്ത്, സ്വജനപക്ഷപാതം, ഈ 3 തിന്മകളുടെയും കൂത്തരങ്ങിൻ്റെ കാലമായിരുന്നു കഴിഞ്ഞുപോയ 10 വർഷക്കാലം അഥവാ LDFിൻ്റെ ഭരണകാലം. ഇത് മറച്ചു വെക്കണ്ടേ? തീർച്ചയായും മറച്ചു വെക്കണം. ഈ പുതിയ ഗവൺമെൻറ്, ഇനി ഭരണത്തിൽ വരാൻ പോകുന്ന പുതിയ ഗവൺമെൻറ് ഇതൊന്നും കണ്ടെത്തരുത്. അതിനെന്താണ് ചെയ്യാൻ പറ്റുക? ഫയലുകൾ നശിപ്പിക്കുക. അതാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ ഗവൺമെൻറ് ചാർജ് എടുക്കുന്നതിന് മുൻപ് പഴയ ഗവൺമെൻറ് ചെയ്ത എല്ലാ തിന്മകളുടെയും ഫയലുകൾ, അപകടകരമായ ഫയലുകളാണ് അവയിൽ പലതും, അത്തരം ഫയലുകളെല്ലാം നശിപ്പിക്കുക. അപ്പോൾ എന്താണ് അതിനു വേണ്ടി ചെയ്തിരിക്കുന്നത്? ഏതൊക്കെ വകുപ്പുകളിൽ ഇലക്ഷൻ വരുന്നതിന് മുൻപ് തന്നെ ഇതിനുള്ള പരിശ്രമം നടത്തിയിരുന്നു? അന്ന് എന്താണ് പറഞ്ഞത്? തുടക്കത്തിൽ ഫയലുകളുടെ ക്രമീകരണം, പുനഃക്രമീകരണം എന്ന് പറഞ്ഞ് ഒരു ശ്രമം നടത്തി. വോട്ടെടുപ്പിനും വോട്ട് എണ്ണലിനും ഇടയ്ക്കുള്ള കാലയളവിൽ ഈ ഓഫീസ് സോഫ്റ്റ്വെയർ പരിഷ്കരണം എന്ന് പറഞ്ഞ് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. അതിനെതിരെ അതിനകത്ത് തന്നെയുള്ള സെക്രട്ടേറിയറ്റ് തന്നെ പ്രവർത്തിക്കുന്ന പ്രശാന്ത് IAS പോലെയുള്ളവർ ചില സൂചനകൾ നൽകുക വഴി അത് പുറത്തറിയുകയും VD സതീശൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകിയതോടെ ഈ ഫയൽ പരിഷ്കരണം, അതായത് ഈ ഫയൽ പരിഷ്കരണം എന്ന് പറഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ഗവൺമെൻറ് വരുന്നത് LDF അല്ല എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു. ആ ധ്വനി കാരണം കൊണ്ട് അവരെ വിമർശിക്കത്തക്ക രീതിയിലുള്ള ഫയലുകളൊക്കെ നശിപ്പിക്കുക എന്നതിന് വേണ്ടിയാണ് ഈ ഫയൽ ക്രമീകരണം എന്നൊക്കെ പറഞ്ഞ്, സോഫ്റ്റ്വെയർ പരിഷ്കരണം എന്നൊക്കെ പറഞ്ഞ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അപ്പം അതിനെയാണ് ഇലക്ഷൻ കമ്മീഷന് കംപ്ലയിൻറ്റ് കൊടുത്ത് VD സതീശൻ തടഞ്ഞത്. അങ്ങനെ തടഞ്ഞു എങ്കിൽ പോലും ആ തടയലിന് മുൻപ് തന്നെ കുറച്ചൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാകണം. അതിന് ശേഷമാണ് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്ന് ഗവൺമെൻറ് ചാർജ് എടുക്കുന്നതിന് മുൻപുള്ള ഈ തരത്തിലുള്ള ഒഴിവാക്കൽ വന്നിരിക്കുന്നത്. ഭരണം ഒഴിയുന്നതിന് മുൻപ് തന്നെ സെക്രട്ടേറിയറ്റിലെ മന്ത്രിമാരുടെ ഓഫീസുകളിലെയും വിവിധ സെക്ഷനുകളിലെയും ഫയലുകൾ കൂട്ടത്തോടെ നശിപ്പിക്കുന്നു. എങ്ങനെയാണ് കൂട്ടത്തോടെ നശിപ്പിക്കുന്നത്? എല്ലാം കൂടെ കൂട്ടിയിട്ട്, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കൂട്ടിയിട്ട് അതിനെ വെട്ടി നുറുക്കി അതിനെ കഷ്ണങ്ങളാക്കി, അങ്ങനെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അതിനെ ഒരു പ്രത്യേക കേന്ദ്രത്തിലേക്ക് മാറ്റി ആ കേന്ദ്രത്തിൽ വെച്ച് എല്ലാം കൂടി കത്തിക്കുന്നു. അങ്ങനെ കത്തിക്കുന്ന ആ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സാധാരണ രീതിയിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴ്വഴക്കം എന്ന് പറയുന്നത്? ഒരു ഗവൺമെൻറ് പോയി പുതിയൊരു ഗവൺമെൻറ് വരുന്ന സമയത്ത് എന്തെല്ലാം ഫയലുകളുണ്ടോ ആ ഫയലുകളൊക്കെ അതത് വകുപ്പ് സെക്രട്ടറിമാരും ഒക്കെ അറിവോടുകൂടി അവരുടെ ഓഫീസുകളിൽ തന്നെ സൂക്ഷിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. പാഴ്പേപ്പറുകളോ അങ്ങനെ തീരെ അത്യാവശ്യമുള്ളത് ഒക്കെ ആണെങ്കിൽ അസൗകര്യം കുറയ്ക്കാൻ വേണ്ടി വൃത്തിയാക്കലിൻ്റെ ഭാഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്ത് നശിപ്പിച്ച് കളഞ്ഞേക്കാം. അതല്ലാതെ അത്യാവശ്യമുള്ള ഒരു ഫയലും കളയുകയില്ല. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ് ഈ പുതിയ ഗവൺമെൻറ്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ഗവൺമെൻറ് ഉപയോഗിച്ചിരുന്ന ആ ഫയലുകളൊക്കെ കണ്ടാൽ മാത്രമേ പുതിയ ഗവൺമെൻറ്റിന് വളരെ തന്ത്രപരമായി മുൻപോട്ട് പോകാനൊക്കൂ. അപ്പോൾ അതിന് വിഘ്നം വരുത്തിക്കൊണ്ട് ഈ പറഞ്ഞതുപോലെ, അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി UDF ആണ് ഭരണത്തിൽ വരിക എന്നുറപ്പായി. ചീഫ് സെക്രട്ടറിയുടെ റൂമിന് തൊട്ടടുത്തുള്ള റൂമിലേക്കാണ് ഈ കത്തിച്ച് കളയേണ്ട ഫയലുകളൊക്കെ കൊണ്ടുവന്ന് വെട്ടി നുറുക്കുന്നത്. അങ്ങനെ നുറുക്കി അതിനെ മെഷീൻ ഉപയോഗിച്ചാണ് തുണ്ടുകളാക്കുന്നത്. അങ്ങനെ മെഷീൻ ഉപയോഗിച്ച് തുണ്ടുകളാക്കി ആണ് കത്തിക്കാനായിട്ട് മാറ്റുന്നത്. സെക്രട്ടറിമാർ, അതുപോലെ അവരുടെ പേഴ്സണൽ സ്റ്റാഫ്, മന്ത്രിമാർ, അവരുടെ പേഴ്സണൽ സ്റ്റാഫ്, ഇവരെല്ലാം അങ്ങോട്ട് നടത്തിയിട്ടുള്ള എഴുത്തുകുത്തുകൾ, മറ്റുള്ള എല്ലാത്തരം കമ്മ്യൂണിക്കേഷൻസും എന്തിനെ പറ്റിയാണെങ്കിലും അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള കമ്മ്യൂണിക്കേഷൻസ് പോലെയുള്ളതൊക്കെയാണ് ഇങ്ങനെ നശിപ്പിച്ചു. അതായത്
ഈ കഴിഞ്ഞ 10 വർഷം നടന്ന പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് എന്തൊക്കെയാണ്, അത് ഈ സർക്കാരിൻ്റെ വിമർശിക്കാൻ, അതായത് ഈ 10 വർഷം ഭരിച്ച സർക്കാരിനെ വിമർശിക്കാൻ സഹായകമായ എന്തൊക്കെ ഫയലുകളുണ്ടോ ആ ഫയലുകളൊക്കെയാണ് എടുത്ത് ഇങ്ങനെ തുണ്ടാക്കി കത്തിച്ച് കളയുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തെ കത്തിച്ച് കളയുന്നതിന് തുല്യമാണ് ഇത്തരം ഒരു ഫയൽ നശീകരണം എന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഫയൽ നശീകരണം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ ഫയൽ നീക്കങ്ങളെയും അതിനകത്ത് വന്നിരിക്കുന്ന രേഖകളെയും ഒക്കെ ഒഴിവാക്കണം, ഇതൊന്നും ആരും ഇനി വരുന്നവർ കാണരുത് എന്ന് വിചാരിക്കാൻ കാരണം, നമ്മൾ CAG റിപ്പോർട്ടുകളൊന്ന് എടുത്തു നോക്കിയാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ CAG റിപ്പോർട്ടുകളിൽ കാണാറുള്ളത്. അതായത് CAGയുടെ ഓഡിറ്റിങ്ങിന് പോലും അവസരം ഇല്ലാതെ ആകത്തക്ക രീതിയിലാണ് ഇവിടെ അത് വകമാറ്റൽ നടക്കുന്നത്. വകമാറ്റലിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. അതായത് പരിസ്ഥിതി സൗഹൃദമായി കാർഷിക സമഗ്ര വികസനം, അങ്ങനെയാണ് അവിടെ വേൾഡ് ബാങ്കിൽ നിന്ന്, അതായത് ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതാണല്ലോ വേൾഡ് ബാങ്ക് എന്ന് നമ്മൾ പറയുന്നത്. വേൾഡ് ബാങ്കിൽ നിന്ന് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ പരിസ്ഥിതി സൗഹൃദ വികസനത്തിന് വേണ്ടി നൽകിയ വായ്പ. ആ വായ്പയിൽ കേരളത്തിൻ്റെ ആദ്യ വിഹിതം കാർഷിക മേഖലയിലേക്ക് എത്തുന്നു. കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ബി അശോക് പോലും അറിയാതെ അത് 2025 ഡിസംബറിലാണ് ആ ഫണ്ട് എത്തുന്നത്. ഡോക്ടർ ബി അശോക് പോലും അറിയാതെ ആ ഫണ്ട് വകമാറ്റുന്നു. അത് 139 കോടിയോ മറ്റോ ആണ് ആ ഫണ്ട് വകമാറ്റുന്നു. ഇതറിഞ്ഞ് അപ്പോൾ ഈ വേൾഡ് ബാങ്കിന് ഒരു സ്വഭാവമുണ്ട്. അവർ ഒരു വായ്പ ഒരു രാജ്യത്തിന് കൊടുത്താൽ, അതിൽ നിന്നൊരു സംസ്ഥാനത്തിന് കൊടുത്താൽ 15 ദിവസത്തിനകം അത് കൺസേൺഡ് വകുപ്പിലെത്തണമെന്ന് നിർബന്ധമുണ്ട്. അത് വകുപ്പിലെത്തി അവരെ അതറിയിക്കണം, ഇങ്ങനെ കൈപ്പറ്റിയിരിക്കുന്നു, ഞങ്ങളിത് പ്രയോജനപ്പെടുത്താൻ പോകുന്നു എന്ന രീതിയിൽ ആ വിവരം അവരെ അറിയിക്കണം. അങ്ങനെ യാതൊരു ഇൻഫർമേഷനും കേരളത്തിൽ നിന്ന് കിട്ടായക കൊണ്ട് വേൾഡ് ബാങ്ക് അന്വേഷിച്ചെത്തുമ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഫണ്ട് വന്ന കാര്യം കൃഷിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന്. അങ്ങനെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് അറിയുന്നത് ഫണ്ട് വകമാറ്റിയിരിക്കുന്നു. ഈ പറയുന്നത് പോലെ ചിലപ്പം ഏതെങ്കിലും പെൻഷൻ കൊടുക്കാനോ അങ്ങനെ എന്തിനെങ്കിലും വേണ്ടി വകമാറ്റിയതാകാം. അല്ലെങ്കിൽ നമ്മൾ കണ്ടല്ലോ ഹോൾഡിങ്സ്, മുഖ്യമന്ത്രിയുടെ ഹോൾഡിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം. അങ്ങനെ ഏത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ഫണ്ട് ഉദ്ദേശിച്ച കാര്യത്തിന് ഉപയോഗിക്കാതെ വകമാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വകമാറ്റലിന് വേണ്ടി ഇറക്കിയ ഈ തീട്ടൂരം, അതായിരിക്കാം ഈ കത്തിച്ചതിൽ. ഇങ്ങനെയുള്ള ഒരുപാട് തീട്ടൂരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്. അതുകൊണ്ടാണ് വകമാറ്റൽ ഒരു സ്വഭാവമാണ് ഈ ഗവൺമെൻറ്റിൻ്റെതെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി തന്നെ ഈ ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ, അതായത് CAGയുടെ ഓഡിറ്റേഴ്സ് മാത്രമല്ല ഓഡിറ്റ് ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിൽ തന്നെ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ഉണ്ട്. ആ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിന് അസോസിയേഷനിലെ ഭാരവാഹികളോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് CAG ഇങ്ങനെ എഴുതിയിരിക്കുന്നത് CAG റിപ്പോർട്ടിൽ? അപ്പോൾ അവർ പറഞ്ഞു, ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടത്താൻ അവർ സമ്മതിക്കുന്നില്ല, ഗവൺമെൻറ് സമ്മതിക്കത്തില്ല. കാരണം ഈ ഫണ്ടൊക്കെ വകമാറ്റി കഴിഞ്ഞാൽ അത് ഒളിച്ചു വെക്കണം ആരും അറിയാതെ. അപ്പോൾ അവന് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ശമ്പളവും പെൻഷനും ഒക്കെ പറ്റേണ്ടവരാണ് കേട്ടോ. ഈ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് സർക്കാർ ഉദ്യോഗസ്ഥരാണ്, അതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നവരാണ്, മിടുക്കരാണ്. പക്ഷേ അവരെ ഓഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ മിടുക്ക് എവിടെ കിടക്കും? ആ കാര്യക്ഷമതയെ എങ്ങനെ മുഖ്യമന്ത്രി മാർക്കിടുമെന്നൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ ഓഡിറ്റേഴ്സ് ഓഡിറ്റിങ്ങിന് ചെല്ലുമ്പോൾ നോ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസസ് പറഞ്ഞ് വിടും. പിന്നെ എപ്പോഴാണ് പേരിനെങ്കിലും ഓഡിറ്റിംഗ് നടത്തുന്നത്? CAGയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ വകുപ്പിൽ നിന്ന് ഞങ്ങൾ ഇന്ന വകുപ്പുകളിലേക്ക് ഓഡിറ്റിങ്ങിന് വരുന്നു എന്ന് പറയുമ്പോൾ അത്യാവശ്യമായിട്ട് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടന്നിരിക്കണം. അപ്പോൾ പെട്ടെന്ന് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സിനെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഒപ്പിച്ച് ഒരു ഓഡിറ്റാണ്. അങ്ങനെയുള്ള ഓഡിറ്റ് കാരണം കൊണ്ടാണ് ഈ പറയപ്പെട്ട നെല്ലിൻ്റെ സംഭരണ വില പോലും കൃത്യമായിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ട്. ആ കൃത്യമായ ഓഡിറ്റ് റിപ്പോർട്ട് CAGയും കൃത്യമാണെന്ന് ഓഡിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിൽ ചെന്നാലേ ഈ താങ്ങുവിലയും ഒക്കെ കിട്ടുകയുള്ളൂ കേന്ദ്രത്തിൽ നിന്ന്. അങ്ങനെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ ചെല്ലുന്നില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്ത് വളരെ അപൂർവമായിട്ടേ ഞങ്ങൾ ചെല്ലാറുള്ളൂ. അതുകൊണ്ടാണ്
ഈ പറയപ്പെട്ട പിന്നെ കേന്ദ്ര ഫണ്ട് തരുന്നില്ല എന്നൊക്കെ പറയുന്ന കരച്ചിലിൻ്റെ ബേസിസ് അവിടെയാണ്. ഓഡിറ്റിംഗ് നടത്തുന്നില്ല, കൃത്യമായ കണക്കുകൾ കേന്ദ്രത്തിൽ എത്തുന്നില്ല. അതാണ് യഥാർത്ഥ കാരണം. അപ്പം അങ്ങനെ ഓഡിറ്റ് ചെയ്യാത്ത അക്കൗണ്ടുകൾ, ഇതൊക്കെ ഓഡിറ്റ് ചെയ്യാതെ വകമാറ്റിയ കണക്കുകൾ, ഉദാഹരണം കേരളീയത്തിന് വേണ്ടി ഇത്ര കോടി നികുതിയായിട്ട് കിട്ടിയ പണമാണ്, ഖജനാവിൽ നിന്ന് അതെടുത്ത് ഇത്ര കോടി കേരളീയത്തിന് ചെലവഴിച്ചു, ഇത്ര കോടി നവകേരള സദസ്സിന് ചെലവഴിച്ചു, ഇത്ര കോടി എൻ്റെ കേരളം പരിപാടിക്ക്, അല്ലെങ്കിൽ ഇത്ര കോടി ലോക കേരള സഭയ്ക്ക്, ഇതുപോലെ വകമാറ്റി ഇത്ര കോടി ഹോൾഡിങ്സ് ഉണ്ടാക്കാൻ, ഇത്ര കോടി PRD വകുപ്പിന്, ഇത്ര കോടി പുതിയ PRDക്ക്. അത് നമുക്കറിയാമല്ലോ, PRD വകുപ്പുണ്ട്, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുകൂടാതെ എത്രയോ PR ഏജൻസീസിനെ വെച്ചാണ് ഈ ഹോൾഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനു വേണ്ടിയാണ് ഈ ഫണ്ടൊക്കെ വകമാറ്റുന്നത്. അതിനൊന്നും ഓഡിറ്റിംഗ് കൃത്യമായിട്ട് നടത്താറില്ല. അപ്പോൾ ഈ എങ്ങോട്ടൊക്കെ ഫണ്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ വിവരങ്ങളൊക്കെ ഈ കത്തിച്ച ഫയലുകളിലുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ കത്തിച്ച് കളയുന്നത്. എത്ര കോടിയുടെ കണക്കാണ് പുറത്ത് കിഫ്ബി വഴിയായിട്ട് കടം മേടിച്ചതിൻ്റെ എല്ലാം ഇതുപോലെ വകമാറ്റിയതും ഒക്കെ ധൂർത്തും കെടുകാര്യസ്ഥതയും ഒക്കെ കാണിച്ചതിൻ്റെ ഫയലുകളൊക്കെയാണ് ഇങ്ങനെ കത്തിച്ച് കളയുന്നത്. അപ്പോൾ ഇങ്ങനെ കത്തിച്ച് കളയുന്ന അഴിമതിയുടെ ഫയലുകൾ, ധൂർത്തിൻ്റെ ഫയലുകൾ, വകമാറ്റലിൻ്റെ ഫയലുകൾ, അതുപോലെ എന്താ പറയുക, കുടിശ്ശിക പിരിക്കാത്തതിൻ്റെ ഫയലുകൾ, ഇങ്ങനെയെല്ലാം കത്തിച്ച് കളയുന്ന ഒരു ഗവൺമെൻറ്. അതാണ് അവിടെ ഈ കത്തീരി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പിൻവാതിൽ നിയമനത്തിൻ്റെ ഫയലുകൾ നമുക്കറിയാം. ഈ അടുത്ത നാളിൽ പോലും പോലീസ് വകുപ്പിലേക്കൊക്കെ പിൻവാതിൽ, അതായത് ഇലക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും പോലീസ് വകുപ്പിലേക്ക് പിൻവാതിൽ നിയമനത്തിനുള്ള ശ്രമം നടത്തിയതും, എന്നിട്ട് ഒരാളെ അയോഗ്യനാക്കിയതും, ഗവൺമെൻറ് യോഗ്യനായി കണ്ടയാളെ പിന്നെ മെഡിക്കൽ ടെസ്റ്റിൽ അയോഗ്യനായാലും ഒക്കെ പത്രങ്ങളിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ പിൻവാതിൽ നിയമനത്തെ പറ്റിയുള്ള ഫയലുകൾ ഓർമ്മിക്കണം. ഈ ഗവൺമെൻറ് തന്നെ അപ്പോയിന്റ് ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷൻ എന്താണ് പറഞ്ഞത്? പിൻവാതിൽ നിയമനമാണ് നടക്കുന്നത്, ആ പിൻവാതിൽ നിയമനം നടത്തുന്ന വാതിലുകൾ അടയ്ക്കൂ എന്നാണ് ഭരണപരിഷ്കാര കമ്മീഷൻ ആവശ്യപ്പെട്ടത്. അത് ഈ ഗവൺമെൻറ് തന്നെ അപ്പോയിന്റ് ചെയ്ത ഭരണപരിഷ്കാര കമ്മീഷനാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതായത് പിൻവാതിൽ നിയമനം മാത്രമേ നടക്കുന്നുള്ളൂ. അത് വലിയ തെറ്റാണ്. എന്താ പിൻവാതിൽ നിയമനത്തിൻ്റെ തെറ്റ്? അത് വരുന്നവരൊക്കെ LDFൻ്റെ അനുഭാവികളായിരിക്കും, പക്ഷേ കാര്യക്ഷമത തൊട്ട് തീണ്ടാത്തവരായിരിക്കും. ഒരു വകുപ്പിലേക്ക് കൊണ്ടുവരുന്ന ആള് അതിന് അനുയോജ്യമായ ക്വാളിഫിക്കേഷനോ ഒന്നും ഉള്ള ആളല്ലായിരിക്കും. അപ്പോൾ വന്ന് വെറുതെ നോക്കിയിരുന്ന് പിന്നെ സിഗ്നേച്ചർ ഇട്ട് ശമ്പളം മേടിച്ച് പെൻഷൻ മേടിച്ച് അങ്ങനെ ഖജനാവ് കൊള്ളയടിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ പിൻവാതിൽ നിയമനക്കാരുടെ പ്രയോജനം. അതേ സമയത്ത് PSC വഴി വരുന്ന മിടുക്കരാണെങ്കിലോ ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസി അതനുസരിച്ച് നന്നാവുകയും ചെയ്യും. അപ്പം ഈ പിൻവാതിൽ നിയമനം ആ വാതിൽ അടയ്ക്കുക എന്ന് ഭരണപരിഷ്കാര കമ്മീഷനെ കൊണ്ട് പറയിച്ചത് ഈ കാര്യക്ഷമതയ്ക്ക് മാർക്കിടുമെന്ന് പറഞ്ഞ് ഭരണത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനം നടന്നിട്ടുള്ളത്. മുൻവാതിൽ നിയമനം നടന്നിട്ടില്ല. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലത്തും സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ എന്തായിരുന്നു നമ്മൾ കണ്ടത്? ആശാ വർക്കർമാരുടെ സമരം തൊട്ട്, അതായത് PSC ലിസ്റ്റിൽ വന്ന മിടുക്കരുടെ സമരം, അവർ മുട്ടിലിഴയുന്നതും കരഞ്ഞുകൊണ്ട് പിന്നെ നീന്തുന്നതും ശയന പ്രദക്ഷിണം നടത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫയലുകൾ, ഈ പിൻവാതിൽ നിയമനത്തിൻ്റെ ഫയലുകൾ, അതുപോലെ തന്നെ നമുക്കറിഞ്ഞുകൂടാ, പിന്നെ എന്താണ് പറയുക, സ്വർണം കട്ടവൻ ആരപ്പ എന്ന് നമ്മൾ പറയുന്ന പാട്ടുണ്ടല്ലോ. ശബരിമലയിലെ സ്വർണം കളവ് പോയതിനെ പറ്റി പോലും ഒരു പക്ഷേ സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ ഉണ്ടായിരുന്നിരിക്കാം. ഇത്തരം ഫയലുകളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ, അത്തരം കേസുകളൊക്കെ കൃത്യമായിട്ട് ഇനി ഒരു നല്ല ആഭ്യന്തരമന്ത്രി നമുക്കുണ്ടായാൽ, അങ്ങനെ ഒരു നല്ല ആഭ്യന്തരമന്ത്രി ഉണ്ടായാൽ, ആ ആഭ്യന്തരമന്ത്രി വഴിയായിട്ട് ഈ സ്വർണം കട്ടവൻ ആരപ്പ ഒക്കെ അന്വേഷിക്കാൻ പോയാൽ അത്തരം ഫയലുകളൊക്കെ കത്തിക്കണ്ടേ? അങ്ങനെ അതുപോലെ പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിനെതിരെ വജ്രായുധമായി തീർന്നേക്കാവുന്ന തരത്തിലുള്ള ഫയലുകളൊക്കെയാണ് കത്തിച്ചത്. അപ്പോൾ നടത്തിയ തിന്മ, 10 വർഷം കൊണ്ട് നടത്തിയ ധൂർത്ത്, അഴിമതി, സ്വജന പക്ഷപാതം, അതിൻ്റെ എല്ലാം ഫയലുകളാണ് കൂട്ടിയിട്ട് കത്തിച്ചിരിക്കുന്നത്.
അപ്പോൾ അതെന്താണ്, സാധാരണ ഒരു ഗവൺമെൻറ് മാറി മറ്റൊരു ഗവൺമെൻറ്റിന് കൊടുക്കുക, കണ്ടിന്യൂവേഷനാണ്, ഒരു ഗവൺമെൻറ്റിൻ്റെ കണ്ടിന്യൂവേഷനാണ് അടുത്ത ഗവൺമെൻറ്. അപ്പോൾ ഫയലുകളൊക്കെ, പ്രധാനപ്പെട്ട ഫയലുകളൊക്കെ അതുപോലെ സൂക്ഷിച്ച് വളരെ കൃത്യമായി അടുക്കിലും ചിട്ടയിലും വെക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ അതിന് പകരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ വലിയ തോതിൽ ട്രാൻസ്ഫേഴ്സ്, അവനവന് എടാ വെക്കടാ ഒപ്പ് എന്ന് പറയുന്നിടത്ത് ഒപ്പ് വയ്ക്കുന്ന തരത്തിലുള്ള റാൻമൂളികളായ ഉദ്യോഗസ്ഥരെയാണ്, അതായത് സർക്കാർ അതിനാണല്ലോ പിൻവാതിൽ നിയമനം നടത്തുന്നത്. പിൻവാതിൽ നിയമനം നടത്തിയ സ്വജനങ്ങളെ, വേണ്ടപ്പെട്ടവരെ, അവരെയൊക്കെ അതായത് അവരുടെയൊക്കെ ക്വാളിഫിക്കേഷനും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഇപ്പോൾ ഓഫീസുകളിൽ നിന്ന് സ്ഥാനഭ്രഷ്ടരാക്കുന്നു. എന്ന് വെച്ചാൽ സ്ഥലം മാറ്റുന്നു, സ്ഥാനഭ്രഷ്ടരൊന്നും ആക്കില്ല. അവരുടെയൊക്കെ അപ്പോയിൻമെൻറ്റ്സൊക്കെ വളരെ കൃത്യതയോടെ എല്ലാം പൂർത്തിയാക്കിയാണ് ഗവൺമെൻറ് കടന്നു പോവുക. കൈമടങ്ങ് മേടിച്ച് കൊടുത്ത ഇതുണ്ടായിരിക്കാം, കള്ളത്തരത്തിന് കൂട്ടുനിന്നതിന് കൊടുത്ത അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള കൊള്ളയുടെ റിസൾട്ടാണ് ഈ പിൻവാതിൽ നിയമനങ്ങൾ മുഴുവനും. അപ്പോൾ അത്തരക്കാർക്കൊക്കെ സഹായകമായ രീതിയിൽ അവർക്കൊക്കെ സൗകര്യമായിട്ട് പ്രവർത്തിക്കാവുന്ന തരത്തിലേക്കൊക്കെ ട്രാൻസ്ഫറൊക്കെ കൊടുത്ത് നേരെ മുഖ്യമന്ത്രിയുടെയോ നേരെ ആഭ്യന്തരമന്ത്രിയുടെയോ ധനമന്ത്രിയുടെയോ ഒന്നും കണ്ണിൽ പെടാത്ത തരത്തിലേക്ക് സുരക്ഷിതമായ രീതിയിൽ അപ്പോയിൻമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് എല്ലാം ഒതുക്കിയിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. ആ ഒതുക്കലിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫയൽ കത്തിക്കൽ. അപ്പോൾ ആ ഫയൽ കത്തിക്കൽ എന്താണ് കാണിക്കുന്നത്? അസാധാരണമായ എന്തൊക്കെയോ അരുതാത്ത കാര്യങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിൽ നടന്നിട്ടുണ്ട്. ആ അരുതാത്ത കാര്യങ്ങൾ ഒന്നും പുറം ലോകം അറിയാൻ പാടില്ല. അതുകൊണ്ട് ഇനി വരുന്ന ഭരിക്കുന്നവരും അറിയാൻ പാടില്ല. അതുകൊണ്ട് അതൊക്കെ കത്തിച്ച് ചാമ്പലാക്കി പോകുന്നു. ഒരുപക്ഷെ കത്തിച്ച് ചാമ്പലാക്കുന്നത് LDFൻ്റെ മുഖം തന്നെ ആകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. കാരണം കേരളത്തിൽ എന്നല്ല, ലോകത്തെവിടെയും തൊഴിലാളികൾക്ക് സുരക്ഷയും നല്ല മാന്യമായ വേതനവും മാന്യമായ ജീവിത സാഹചര്യവും ഉണ്ടാകണമെങ്കിൽ ഡെമോക്രസിയിൽ ഒരു പ്രതിപക്ഷം എപ്പോഴും ഉണ്ടാകണം. ആ പ്രതിപക്ഷത്തിന് മാർക്സ് പറഞ്ഞിരിക്കുന്ന മുഖമുദ്രയുള്ളത് നല്ലതാണ്. കേരളത്തിലെ LDFൻ്റെ മുഖമുദ്രയല്ല, മാർക്സ് പറഞ്ഞിരിക്കുന്ന മുഖമുദ്ര ഉള്ളത്. അതായത് സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് ശക്തരാകുവിൻ. സംഘടിച്ച് ശക്തരാകുന്നത് മൂലധനത്തെ നശിപ്പിക്കാനല്ല, മൂലധനത്തെ കരുത്ത് വെപ്പിക്കാനാണ്. കരുത്ത് വെപ്പിച്ച് അതിൻ്റെ ഫലം അവർക്കും കൂടി ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് തരൂ എന്ന് ചോദിക്കാനുള്ള തൻ്റെ ഇടം, അതാണ് മാർക്സ് ആർജിക്കാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ തൊഴിലാളി സമൂഹത്തിന് കരുത്താർജിക്കാൻ കഴിയണമെങ്കിൽ ആ മാർക്സിയൻ കമ്മ്യൂണിസം ഇല്ലാതെയായി പോകരുത്, കെട്ടടഞ്ഞ് പോകരുത്. അത് ശക്തമായി തന്നെ ലോകത്ത് തുടരണം. അതിന് കേരളത്തിലെങ്കിലും ഇടയാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. അപ്പം അതുകൊണ്ട് ഈ കത്തിക്കൽ, അതായത് ആരെയാണ് കത്തിക്കുന്നത്? ഈ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തലേവിധിയാണോ കത്തിച്ചു കളയുന്നത്? അതോ ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്ത തിന്മകളെയാണോ കത്തിച്ച് മറ്റാരും കാണാതെ ഒളിപ്പിക്കുന്നത്?